ചൈനീസ് സ്റ്റൈലിൽ ഒരു ഈവനിങ് ടീ സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ സൈഡ് ഡിഷ് ആയിട്ടോ ഒക്കെ സർവ് ചെയ്യാവുന്ന ഒരു ഗോൾഡൻ സാൻഡ് ചിക്കനാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. വളരെ നിസ്സാരമായ ഐറ്റംസ് ഉപയോഗിച്ചിട്ട് നമുക്കിത് എങ്ങനെ തയ്യാറാക്കാം നമ്മൾ വീടുകളിൽ നിന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും K4 കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 250 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്ത ശേഷം അത് ഇതുപോലെ ഒന്ന് ചതുര കഷ്ണങ്ങളായിട്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ ബോൺലെസ് ചിക്കൻ ഇല്ലെങ്കിൽ വിത്ത് ബോണോടുള്ള ചിക്കനും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ മുറിച്ചെടുത്ത ചിക്കൻ ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, അല്പം അജിനോമോട്ടോ ചൈനീസ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ചേർക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ഒരു മുട്ട പൊട്ടിച്ച ശേഷം അതിൻ്റെ ഒരു പകുതി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായിൽ ഓയിൽ ചൂടാക്കിയുണ്ട്. ഈ ചൂടായ ഓയിലിലേക്ക് നമുക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഇതുപോലെ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ചിക്കൻ നമ്മൾ ഓയിലിലേക്ക് ഇട്ട് അപ്പം തന്നെ നിങ്ങൾ ഇളക്കരുത്. ഇളക്കി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കോട്ടിങ് ഉണ്ടാവും, അത് നഷ്ടപ്പെടും. അപ്പോൾ അതൊന്ന് ഫ്രൈ ആയ ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ആദ്യം നല്ല ഹൈ ഹീറ്റഡ് ആയിട്ടുള്ള ഓയിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്യേണ്ടത്. അതിൻ്റെ ഔട്ടർ പോർഷനൊക്കെ നന്നായിട്ട് ക്രിസ്പായി വരുന്ന പോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ട് ഇനി നമുക്കിത് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അടുത്തായിട്ട് നമുക്ക് ചിക്കൻ ഒരു മസാല തയ്യാറാക്കണം. അതിനായിട്ട് ഒരു കടായിലേക്ക് ഓയിൽ ഒഴിച്ച് ചൂടാക്കിയ ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളി നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 4 നമ്പർ പച്ചമുളക് ചരിച്ച് കട്ട് ചെയ്തതും, ചതുര കഷ്ണമായിട്ട് മുറിച്ച ഒരു ചെറിയ സവാള, ഒരു ചെറിയ ക്യാപ്സിക്കം, ഇതെല്ലാം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റാം. കൂട്ടത്തിൽ ഒരു പകുതി സവാള ചെറുതായി അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇത് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വെളുത്തുള്ളി കരിഞ്ഞ് അതിൻ്റെ ഇത് ഫ്ലേവർ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചേർക്കുന്നത്. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെജിറ്റബിൾസൊക്കെ ഒന്ന് സ്റ്റിർ ഫ്രൈ ആയി വന്ന ശേഷം ഇതിൻ്റെ അകത്തേക്ക് നിങ്ങളുടെ എരിവിന് കണക്കാക്കിയിട്ടുള്ള ഉണക്കമുളക് പൊടിച്ച് ചേർക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് ഉപയോഗിക്കുന്നത്. അത് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അല്പം അജിനോമോട്ടയും കൂടി ഞാനിവിടെ ചേർക്കുന്നുണ്ട്. ഇത് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ചേർത്തിട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഹൈ ഹീറ്റിൽ ഒന്ന് സ്റ്റിർ ഫ്രൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരു സ്പ്രിംഗ് ഓനിയൻ തണ്ട് ഇതുപോലെ ഒന്ന് എടുത്ത ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒന്ന് ചരിച്ചാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഒന്ന് കട്ട് ചെയ്ത ശേഷം അതിലിങ്ങനെ നീളത്തിൽ ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തണുത്ത വെള്ളത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ഇട്ട് വെച്ചാൽ നല്ലൊരു ഫ്ലവറിൻ്റെ ഒരു ഫീല് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് വെച്ച് നമുക്ക് പ്ലേറ്റ് ഗാർണിഷ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാൻ അടിപൊളിയായിരിക്കും ഇത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന ചൈനീസ് സ്റ്റൈൽ ചിക്കനാണ്. തീർച്ചയായും ട്രൈ ചെയ്യുക. വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണുന്നവരേക്കും ഇറ്റ്സ് ബൈ ഫ്രം ടീം K4 കിച്ചൻ.